ഹലോ. ഇവിടെ രാവിലെ എന്നും നല്ല വെളിച്ചമാണ് കേട്ടോ കാണാൻ. എപ്പോൾ കിഴക്ക് ഭാഗ ദർശനമുള്ള വീടായത് കാരണം അങ്ങനെയുള്ള സൂര്യനും ഒക്കെ ആയിട്ട് നല്ല വെളിച്ചകത്തേക്ക്. അപ്പോൾ ഇത് കാണാൻ തന്നെ ഒരു നല്ല വൈബാണ്. അപ്പോൾ ഇതാ ഇന്നൊക്കെ നല്ല കാലാവസ്ഥ, മഴയൊക്കെ പോയിന്ന് തോന്നുന്നു അല്ലേ. തുലാമാസത്തിലെ ഇടിവെട്ട് മഴയൊക്കെ പോയിന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന നെറ്റിപ്പട്ടങ്ങളാണ്. ആർക്കെങ്കിലും നെറ്റിപ്പട്ട ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടാനുസരണം ഇഷ്ടപ്പെട്ട അളവിലും നൂലിൻ്റെ കളർ ഡിസൈനിലും എല്ലാം ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ. കമൻറ്റ് വഴി കോൺടാക്റ്റ് ചെയ്താൽ മതി. ബാക്കി ഞാൻ ഡീറ്റെയിൽസൊക്കെ തന്നിട്ട് കൊറിയർ സർവീസ് ഉണ്ട്. ഇന്ത്യൻ പോസ്റ്റലായാലും DTDC ആയാലും ഏത് സർവീസിലായാലും കൊറിയർ സർവീസും ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇന്ന് ഞാനതാ വെറുതെ പുറത്തൊക്കെ കണ്ട് നല്ല കാലാവസ്ഥയൊക്കെ കണ്ട് നേരെ വന്ന് പുട്ടൊക്കെ ചുടുന്നുണ്ട്. പുട്ടും മുട്ടക്കറിയാണ്. അപ്പോൾ പുട്ടൊക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ പുട്ടൊക്കെ ആക്കി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ മോളെ അംഗൻവാടിയിലേക്ക് അയക്കണം. മോനും രാവിലെയാണ് രാവിലെയല്ല, അവനിന്ന് ഉച്ചക്ക ക്ലാസ്. അപ്പോൾ അവരങ്ങനെയാണ് പോകുന്നുണ്ട്. അപ്പോൾ ഇതാ രാവിലെ തന്നെ മോളെ ഞാൻ കുളിപ്പിച്ചൊരുക്കിയിട്ടുണ്ട്. അവളെ ഞാൻ അംഗൻവാടിയിലേക്ക് വിടാൻ പോവുകയാണ്. അപ്പോൾ ഇവളെ ഞാൻ അംഗൻവാടിയിൽ വിട്ട് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള പരിപാടീസിലൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ മോള് റെഡി ആയിട്ട് ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഞാനിതാ അവളെയും കൂട്ടി അംഗൻവാടിയിലേക്ക് പോവുക. അപ്പം നല്ല വെയിലാണേ പുറത്ത്. അതുകൊണ്ട് ഞാൻ മോളുടെ അടുത്ത് പറഞ്ഞു, നീ അവിടെ നിൽക്ക്, രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ചൂടുണ്ട്, നല്ല ചൂടുണ്ട്, 10 മണീൻ്റെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ ആ വെയിൽ നല്ല ചൂടുള്ളത് കാരണം ഞാൻ പറഞ്ഞു, നീ അവിടെ നിൽക്ക്, ഞാൻ വണ്ടി ഒന്ന് നേരെ തിരിച്ച് വെച്ചിട്ട് വരാം, അതുവരെ നീ വെയിൽ കൊള്ളണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ ഞാൻ അവിടെ വെച്ച് പിന്നെ വണ്ടിയൊക്കെ തിരിച്ച് വെച്ചിട്ട് ഞാൻ മോളെ എടുത്തിട്ട് ഇതാ പോകുന്നുണ്ട്. അപ്പോൾ ഇനി ഇതാ മോളെ അംഗൻവാടിയിലാക്കാൻ പോവുകയാണ്. ഞങ്ങൾ വണ്ടിയിൽ തന്നെയാണ് പോവാറ്. അവിടം വരെ പോയി നടന്ന് അത്രയും ദൂരം തിരിച്ച് നടക്കുമ്പോഴേക്ക് എൻ്റെ സമയവും പോകും, ഒന്ന് ടയേർഡാകണ്ടെന്ന് വെച്ചിട്ട് ഞാനിതാ വണ്ടി എടുത്തിട്ട് തന്നെയാണ് മോളെ ഞാൻ അംഗൻവാടി കൊണ്ടാക്കുന്നത്. അങ്ങനെ ഞാൻ മോളെ അംഗൻവാടി കൊണ്ടാക്കി വന്നിട്ട് ഇതാ ക്ലീനിങ്ങിലാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇന്ന് മൊത്തം ഒന്ന് അടിച്ച് വാരി തുടച്ച് ക്ലീൻ ചെയ്തിടാമെന്ന് കരുതി. അപ്പോൾ ഇത് സെൻട്രലാണ്, കയറി വരുന്നിടക്കുള്ള ഭാഗമാണ്. അവിടെ ഞാൻ ഒത്തിരി ആർട്ടിഫിഷ്യലല്ല സോറി, സാധാരണ പ്ലാന്റ്സൊക്കെ വെച്ചിട്ട് തന്നെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് മഴ വരുമ്പോൾ ഞാനൊക്കെ എടുത്ത് പുറത്തിടും. മഴയത്തേക്ക് ചെടി, മഴ പറ്റാത്ത ചെടിയാണെങ്കിൽ സൈഡുകളിലേക്കെല്ലാം മാറ്റി വെക്കും. അപ്പോൾ ഇതാ എൻ്റെ നെറ്റിപ്പട്ടത്തിൻ്റെ അടുത്ത വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫിനിഷ് ആയതുകൊണ്ട് ഇതാ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പം നടക്കുന്നത് 1.5 അടീൻ്റെ നെറ്റിപ്പട്ടത്തിൻ്റെയാണ്. അപ്പോൾ അത് ആ മേശയമ്മ തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാകുക. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഫ്രീ ആകുമ്പോൾ അവിടെ പോയി ഇരുന്നിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഇതാ അടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ തുടക്കലാണ്. തുടച്ച് കഴിഞ്ഞാൽ ഈ തുടച്ച സമയത്തായിരിക്കും ഈ ഒരു എന്താ പറയുക മാർബിളിൻ്റെ ഷൈനിങ് കാണും. കാരണം എന്താ വെച്ചാൽ പോളിഷൊന്നും ചെയ്തിട്ടുണ്ടായില്ല, വെറുതെ ഒരു എന്താ പറയുക മാർബിൾ അവിടെ വെച്ചിട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, പോളിഷൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരു ക്ലിയറായിട്ടൊന്നും കാണാത്ത, ഷൈനിങ് ഒന്നും ഇല്ലാത്ത. അപ്പം ഞാൻ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ എന്താ പറയുക ഡ്രയറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്തിട്ട് ഇനി തോരാനിടണം. ഞാനിപ്പം തുണിയൊന്നും അങ്ങനെ മുറ്റത്തൊന്നും അയലിലൊന്നും ഇടാറില്ല. പിന്നെ മേലെ 2 മുറിയുണ്ട്, അതിൽ ഒന്ന് തീരെ ഉപയോഗിക്കാറില്ല. നിലമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും പിന്നെ അങ്ങനെ വാതിലൊന്നും ആക്കാത്തതുകൊണ്ട് ആ മുറിയിൽ നിറയെ ആറിയിടലാണ്. അതാകുമ്പോൾ നമുക്ക് എപ്പം വേണമെങ്കിൽ എടുക്കാം, എടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. മഴ കൊള്ളുമോ വെയിൽ കൊണ്ട് ജാസ്തിയായി പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ മേലത്തേക്ക് പോയിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് അവിടെ ആറിയിടാൻ വേണ്ടിയിട്ട് പോന്നെയാണ്. അവിടെ ആറിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് സമയത്തിന് എടുക്കണം വെക്കണം എന്നുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ആ മുറിയിൽ തന്നെ തിരിച്ചും മറിച്ചെല്ലാം ഒരുപാട് അയലുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കേ.